NRIs കുറെ അധികം മിസ്റ്റേക്കുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി പേഴ്സണൽ ഫിനാൻസിന്റെ കേസസിൽ. അതിലൊരു 4 പോയിന്റ്സ് ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് മീ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. അപ്പൊ നമുക്ക് നോർമലി എല്ലാവരും ഒരു മെയിൻ പ്രശ്നം കുറെ അധികം NRIs ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസ് ഉണ്ട്. മെയിൻലി എല്ലാവരും പുറത്തു പോകുന്നു, അത്യാവശ്യം ഒരു വർഷം 2 വർഷമൊക്കെ കഴിയുന്നു, നാട്ടിലെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്ത് കഴിയുമ്പോഴത്തേക്ക് അവരടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ പോകുന്നത് വീട് വെക്കുക എന്നൊരു കാര്യത്തിലോട്ടായിരിക്കും പോകുന്നത്. വീട് വെക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്, ഇല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും നോക്കുന്നതായിരിക്കും. അപ്പം അതിൻ്റെ നമ്മൾ ഹിഡൻ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ ഒരു 15 ലക്ഷം രൂപ ഇല്ല ഒരു 10 ലക്ഷം രൂപ നമുക്ക് റിനോവേഷൻ പോട്ടെ ഒരു വീട് വെക്കുകയാണെന്ന് വിചാരിച്ചോളുക, ഒരു 30 ലക്ഷം രൂപ ഇല്ല ഒരു 40 ലക്ഷം രൂപയാണ് നമുക്കിപ്പോൾ വീട് വെക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മളിത് അടച്ച് വരുമ്പോഴത്തേക്ക് എങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു 40 ലക്ഷം രൂപ വീടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 70 ലക്ഷം രൂപ തൊട്ട് 80 ലക്ഷം രൂപ തിരിച്ച് റീപേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതും ഒരു 10 വർഷമാകാം 15 വർഷത്തേക്കാകാം. ഈ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതൊരു 10 വർഷമില്ല ഒരു 15 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ വീടിന്റെ വാല്യൂ എത്രത്തോളം ആകും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്താ NRIs വീട് വെക്കേണ്ട എന്നൊരു ചോദ്യം കാണും ഇല്ലേ? തീർച്ചയായിട്ടും വെക്കണം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1-2 വർഷം നമ്മൾ എന്താ ചെയ്തത്, നമ്മളുടെ കടങ്ങളെല്ലാം നമ്മൾ തീർക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ഉള്ളൊരു എമൗണ്ട് സേഫ് ആയിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിലോട്ട് ഇടുക. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഉണ്ടല്ലോ, അതായത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഈ ഡിവിഡൻഡ് സ്റ്റോക്കുകളിൽ ഇട്ടു എന്ന് വിചാരിക്കാം. അതാകുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ, ഇല്ല FDs വാട്ട് ബിറ്റ് ഈസ് അങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പൊ മന്ത്ലി നമുക്കൊരു ഒരു 20,000 രൂപ 30,000 രൂപ അവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ 20,000 to 30,000 നമുക്ക് ലോൺ ആയിട്ട് അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് സൂപ്പർ. അത് നല്ലൊരു ഐഡിയ ആയിരിക്കും, നല്ല രീതി ചെയ്യാവുന്നതാണ്. ചെയ്യരുത്, വീട് വെക്കരുത് എന്നല്ല പറഞ്ഞത്. ആദ്യം തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ അതിനുവേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പിന്നെ എന്താ ബാധ്യതയായിട്ട് മാറുകയാണത്. പിന്നെ നമ്മളൊരു 20 വർഷം നമ്മൾ പണിയെടുക്കുന്ന എന്തിനാ, വീട് വെച്ചിട്ടുണ്ട്, ഹോം ലോൺ വെച്ചിട്ടുണ്ട്, നമുക്കത് പ്രശ്നമാകും എന്നൊരു ചിന്തയിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇനി ഒരു NRIs എല്ലാവരും ആദ്യം തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. NRIs മാത്രമല്ല കേട്ടോ, ഇത് നോർമലുള്ള എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ NRIs അവിടെ ഒരു ഇൻകം ജനറേറ്റ് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിന്റെ ഒരു കോൺഫിഡൻസിൽ വിചാരിക്കുക, കുഴപ്പമില്ലല്ലോ, മാസം 20,000 രൂപ അല്ലേ ഇല്ലെ 30,000 രൂപ അല്ലേ, പോട്ടെ എനിക്കത് അടയ്ക്കാൻ പറ്റും എന്നുള്ളൊരു വിഷനിൽ ഇന്റൻഷനിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ കുറെ നാളാകുമ്പോഴത്തേക്ക് നമുക്കൊരു ആവശ്യം വരുന്ന സിറ്റുവേഷനിൽ പൈസ ഇല്ലാണ്ടായി പോകാറുണ്ട് പലപ്പോഴും ഇല്ലേ? ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആണ് നേരെ നമ്മളൊരു 20 lakhs സംതിങ് അതുകൊണ്ട് നമ്മൾ അത് ഉണ്ടാക്കുക. ഒരു വർഷം ഇല്ല 2 വർഷം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു എമൗണ്ട് ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് മന്ത്ലി കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റ് നമുക്ക് ഇവിടുത്തെ ലോൺ എടുത്ത് എന്നിട്ട് ലോൺ എടുത്തിട്ട് ആ ലോണിന്റെ ഇൻട്രസ്റ്റ് നമ്മളിങ്ങനെ പേ ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓൾറൈറ്റ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ മെയിൻ മിസ്റ്റേക്ക് എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വരും, ഓക്കെ ഫൈൻ, ഒരു കാർ എടുത്തേക്കാം, കാർ നമുക്ക് ഇനിയും ആഡ് ഓൺ ചെയ്യാം നമ്മളുടെ ഒരു ഗ്യാരേജിലേക്ക് എന്നുള്ള രീതിയിലോട്ട് വരുന്നുണ്ടായിരിക്കും, ഇല്ല കാർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടായിരിക്കും. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റെന്റൽസ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ തന്നെ കുറെ അധികം മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് കണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്കിവിടെ കേരളത്തിൽ തന്നെ നമുക്കൊരു ഡിഫൻഡർ എടുക്കണമെന്നുണ്ടെങ്കിൽ വെറും 11 ലക്ഷം രൂപയാകുന്നുള്ളൂ. റൈറ്റ്, 11 15 ലക്ഷം രൂപയാകുന്നുള്ളൂ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അതൊരു ടിക്കറ്റ് ബേസ് ആണ് പോകുന്നത്. 12 ടിക്കറ്റ്സ് എല്ലാവർക്കും എടുക്കാമെന്ന് പറയുന്നത്. ടോട്ടലി 12 ടിക്കറ്റ്സ് ആയിരിക്കും ഒരു വണ്ടിക്കുള്ളത്. അതായത് ആ ഒരു വണ്ടിയുടെ ടോട്ടൽ കോസ്റ്റ് 12 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഇവരെടുക്കുന്ന ടിക്കറ്റ്, ഒരു ടിക്കറ്റ് 11 ലക്ഷം രൂപ എന്നാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരാൾക്ക് മാക്സിമം 3 ടിക്കറ്റ് വരെ എടുക്കാൻ കഴിയുന്നത്. അപ്പൊ 3 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 3 months വരെ ഇവർക്ക് ഈ വണ്ടി ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാ വർഷവും ഇവർക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിങ്ങനെ കറങ്ങി പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് റെന്റൽസ് നമുക്ക് നോക്കാം. റെന്റൽസിനെക്കാളും ബെറ്റർ മെത്തേഡ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. ഇതുപോലെ ടിക്കറ്റ്സ് ബൈ ചെയ്തിട്ട് നമുക്ക് ലക്ഷറി കാർസുകൾ തന്നെ ലോ കോസ്റ്റിൽ നമുക്ക് ഈ നമ്മളിപ്പോ 2 മാസം 3 മാസത്തേക്കായിരിക്കും NRIs പോകുന്നത്. ഇത് ഡെഫിനറ്റ്ലി ഇവർക്ക് ചൂസ് ചെയ്യാൻ ഒരു മെത്തേഡ് അല്ലേ. അടുത്ത വർഷം വരുമ്പോൾ ആ ടൈമിലത്തേക്ക് ഇന്ന വണ്ടി നമുക്ക് അലോക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്ത് തരുന്നതായിരിക്കും ഇവര്. ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർബ് ആയിരിക്കും. രണ്ടാമത്തെ ഓപ്ഷനാണ് റെന്റൽസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് കാർ ലോൺ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഇത് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം അതേ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടയ്ക്കുമ്പോൾ ഒരു 13-15 ലക്ഷം രൂപ അത് എന്തായാലും മാറുന്നുണ്ട്.
ആയിരിക്കും ഏറ്റവും കുറഞ്ഞത് ഇല്ലേ. എന്നാൽ ആ ഒരു 5 വർഷം കഴിയുമ്പോൾ വണ്ടിയുടെ വാല്യൂ എന്താ ഡിപ്രീഷിയേറ്റ് ചെയ്ത് കിടക്കുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതല്ലേ ബെറ്റർ. ഇതർ കാർ ലോൺസ് ഇല്ലെങ്കിൽ നമുക്ക് റെന്റൽസിലോട്ട് പോകാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ടിക്കറ്റ് ബേസിസിലോട്ട് നമുക്ക് മാറാവുന്നതുമാണ്. വേറൊരു മിസ്റ്റേക്ക് എല്ലാവരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ NRI അത്യാവശ്യം കടങ്ങളെല്ലാം തീർത്തു, ഇല്ല വീട് വെച്ചു, വണ്ടി എടുത്തു, എല്ലാം ഓക്കെ സ്റ്റേബിളായി നിൽക്കുമ്പോൾ എന്താ പറയാം, എന്നാൽ ഇനി ഇച്ചിരി പ്ലോട്ട് വാങ്ങിച്ചു വെക്കാം, റിയൽ എസ്റ്റേറ്റിലോട്ട് ഇറങ്ങാം, നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും, ഇത് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ല പൈസ കിട്ടിയാലോ എന്ന ഇന്റൻഷനിൽ പലരും കൊണ്ടുപോയിട്ട് പ്ലോട്ടുകളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതും സൂക്ഷിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റൈറ്റ്, നല്ല രീതിയിൽ നമ്മൾ വാല്യൂ ചെയ്തിട്ട് മാത്രമേ ഒരു റിയൽ എസ്റ്റേറ്റിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര നാൾ കൊണ്ട് നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇല്ല ഡബിളും ട്രിപ്പിളും ആയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റിൽ. ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ അധികം പേരുണ്ടല്ലോ, അവരോട് തന്നെ ചോദിച്ചു നോക്കുക. റൈറ്റ്, ഇല്ലെങ്കിൽ റിറ്റ്സിലോട്ടൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ, ബെറ്റർ ഒരു ഓപ്ഷനാണ്. ഈ പ്ലോട്ടൊക്കെ നമ്മൾ നല്ലൊരു നോളജ് ഇല്ലാതെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പ്രശ്നമായിട്ട് മാറുന്നതായിരിക്കും. സോ NRIs എപ്പോഴും നല്ല രീതിയിൽ നമുക്ക് കുറെ അധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു NRI ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറെ അധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ നമ്മൾ അത് ബാങ്ക് എന്ന രീതിയിലോട്ട് വരുമ്പോൾ അവർ നമ്മളെ യൂസ് ചെയ്യാനായിട്ടുള്ള പ്രോബിലിറ്റി വളരെ ഹൈ ആണ്. കാരണം NRI ആണ്, ബാങ്കിലോ പെട്ടെന്ന് തരും, അവർ ആ മാസം ഞാൻ തന്നേക്കാലോ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മളത് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് നമ്മളത് ഓപ്റ്റ് ചെയ്യും കൂടെ ചെയ്യും. ബട്ട് ഇതിന്റെ ബാക്കിലുള്ള ഈ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, താഴെ കമന്റിൽ നിങ്ങളുടെ വ്യൂ അറിയിക്കുക. എന്താണ്, എങ്ങനെയാണ്, ഇല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാവുന്നതാണ്.